ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോകത്തിലെ എല്ലാ വിജയങ്ങളും സൗകര്യങ്ങളും നേടിയിട്ടും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു വലിയ ശൂന്യത എപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ടോ? നാളെയെക്കുറിച്ചുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ എന്തിനാണ് ഞാൻ ഇത്രയധികം അധ്വാനിക്കുന്നത് എന്ന് ഓർത്താൽ നമ്മുടെ മനസ്സ് മടുത്തു പോകാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വെറുമൊരു നിലനിൽപ്പിനപ്പുറം ഈ ലോകത്തിലെ ഒരു നേട്ടത്തിനും തകർക്കാൻ കഴിയാത്ത യഥാർത്ഥ വിജയവും സംതൃപ്തിയും എങ്ങനെ നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്ന അതീവ ആഴമേറിയ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 17:3 വചനം ഇപ്രകാരമാണ്: ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യഥാർത്ഥ നിത്യജീവൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു ജീവിത രഹസ്യമാണിത്. യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് സങ്കടങ്ങൾ നിറഞ്ഞ ആ അവസാന രാത്രിയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന മഹാപുരോഹിത പ്രാർത്ഥനയിലാണ്, അഥവാ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ആണ് ഈ വാക്കുകൾ അരുളി ചെയ്യുന്നത്. മരണത്തിന്റെ നിഴലിൽ മുന്നിൽ നിൽക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ലോകത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. തങ്ങളെ കാത്തിരിക്കുന്ന കൊടുങ്കാറ്റുകൾക്കിടയിലും അവരുടെ മനസ്സിന് മാറ്റമില്ലാത്ത ഒരു അടിത്തറ നൽകാൻ വേണ്ടിയാണ് കർത്താവ് ഈ വാക്കുകളിലൂടെ നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, യഥാർത്ഥ ജീവിതം എന്നത് നേട്ടങ്ങളല്ല, ബന്ധങ്ങളാണ്. കർത്താവ് പറഞ്ഞു, ദൈവത്തെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. നിത്യജീവൻ എന്നത് മരണശേഷം മാത്രം ലഭിക്കുന്ന ഒന്നല്ല. നിത്യജീവൻ എന്നത് ദൈവത്തെ അറിയുന്ന ഒരു ബന്ധമാണ്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് മാത്രം പോരാ, ദൈവത്തെ വ്യക്തിപരമായി നാം അറിയണം. അവനുമായി ദിവസേന ജീവിക്കുന്ന ബന്ധമാണ് യഥാർത്ഥ നിത്യജീവൻ. അത് ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിലൂടെ ഇന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കേണ്ട ഒന്നാണ്. ഈ ഭൂമിയിലാണ് അത് ആരംഭിക്കേണ്ടത്. നമ്മുടെ വീടാണ് സ്വർഗമാകേണ്ടത്. ഗ്രീക്ക് മൂലഭാഷയിൽ അറിയുക എന്നതിന് ഗിനോസ്കോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വെറുമൊരു അറിവല്ല, മറിച്ച് അനുഭവത്തിലൂടെയുള്ള ആഴമേറിയ ഒരു വ്യക്തിബന്ധം. നിത്യജീവൻ ഒരു കാലയളവല്ല, അത് ദൈവവുമായുള്ള നിത്യേന ജീവിക്കുന്ന ഒരു ബന്ധമാണ്. യേശുക്രിസ്തുവാണ് ദൈവത്തെ അറിയുവാനുള്ള വഴി. കർത്താവ് പറഞ്ഞു, നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതത്രേ. ദൈവത്തിലേക്കുള്ള വഴി മനുഷ്യർ സൃഷ്ടിച്ചതല്ല, അത് ദൈവം തന്നെ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന വഴിയാണ്. അതാണ് കർത്താവ് യേശുക്രിസ്തു. യേശുവിനെ അറിയുന്നവർ ദൈവത്തിന്റെ സ്നേഹം അറിയുന്നു. യേശുവിനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ ക്ഷമ അനുഭവിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ പ്രത്യാശയുള്ള ജീവിതം കണ്ടെത്തുന്നു. ഇന്ന് തന്നെ ദൈവവുമായി ഒരു പുതിയ ബന്ധം നമുക്ക് ആരംഭിക്കാം. ഈ വചനം നമുക്കൊരു ക്ഷണം നൽകുന്നു. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിൽ നിന്ന് ദൈവത്തെ വ്യക്തിപരമായി അറിയുന്ന ജീവിതത്തിലേക്ക് കടക്കുക. പ്രാർത്ഥനയിലൂടെ, ബൈബിൾ വായനയിലൂടെ, അനുസരണത്തിലൂടെ, സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാം. അതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച. ലോകത്തിൻ്റെ താൽക്കാലികമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി നമ്മുടെ സമാധാനം കളയാതെ ദൈവഹിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താം. അവൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ വഴി തെറ്റിപ്പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. അവനെ അറിഞ്ഞ് ജീവിക്കുക. നമ്മുടെ ജീവിതം ധന്യമാകും. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. ഞാൻ ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് യഥാർത്ഥ സ്ഥാനം ഞാൻ നൽകുന്നുണ്ടോ? എൻ്റെ വിശ്വാസം ഒരു ആചാരമാണോ അതോ ജീവിക്കുന്ന ബന്ധമാണോ? ദൈവത്തെ അറിയുന്നതിലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ അനുഗ്രഹവും വരുന്നത്. കർത്താവ് തൻ്റെ സ്നേഹത്തിലും സത്യത്തിലും നമ്മെ ദിവസേന വളർത്തുകയും അവനുമായുള്ള ബന്ധത്തിൽ സ്ഥിരത നൽകുകയും ചെയ്യട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.